മരണപ്പെട്ട ഒരാളുടെ മയ്യിത്ത് ജനാസ കൊണ്ടുവന്ന് കിടത്തി മദീനയിലെ മസ്ജിദിൽ. അന്നെല്ലാവർക്കും ഒറ്റ ആഗ്രഹം ഉണ്ടാവുള്ളൂ, പരിശുദ്ധ നബി ജനാസക്ക് ഇമാമത്ത് നിൽക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊറുക്കപ്പെടാനുള്ള ഒരു വലിയ കവാടമാണ് പുണ്യ നബി ഇമാമത്ത്. ജനാസക്ക് ഇമാമത്ത് നിന്നാ പിന്നെ എന്താ സ്ഥിതി? ഉടലോടെ ആ ജനാസ സ്വർഗത്തിലേക്ക് പോകും. അള്ളാഹുവിന്റെ റസൂല് പറയാണ് പൊറുക്കണേ എന്ന്. ഈ ജനാസയോട് പൊറുക്കണേ, ഈ മനുഷ്യനോട് പൊറുക്കണേ, ഈ പുരുഷനോട്, ഈ സ്ത്രീയോട്. പക്ഷെ ഒരു ജനാസ കൊണ്ടുവന്നപ്പോ പുണ്യ നബി പറഞ്ഞു നിങ്ങളുടെ മയ്യത്തിന് നിങ്ങൾ നിസ്കരിച്ചോന്ന് പറഞ്ഞു. നബി നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് പറയണത്, നിങ്ങളുടെ ജനാസക്ക് നിങ്ങൾ നിസ്കരിച്ചോ. എന്താണ് ആ മനുഷ്യൻ ചെയ്ത് തെറ്റെന്ന് കേട്ടാന്ന് ലോകം ഞെട്ടും. അതേ ഒരു തെറ്റും ചെയ്തിട്ടില്ല, കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നുള്ള ഒരൊറ്റ തെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ കടബാധ്യസ്ഥനോട് അലിവല്ലേ തോന്നേണ്ടത്? ഒരു കടബാധ്യത ഉള്ള ആളോട് അലിവല്ലേ തോന്നേണ്ടത്? അല്ല. ബുദ്ധിമുട്ടിൽ അകപ്പെട്ട സമയത്താണ് കടം വാങ്ങുന്ന ഒരാള്. അപ്പൊ സഹായിച്ച ഒരാളുണ്ട്, അയാൾ മഹാനാണ്, അയാൾ ഔദാര്യവാനാണ്. അയാളുടെ ഇടങ്ങേറുകൾക്കിടയിലായിരിക്കണം ഈ കടം കൊടുത്തിട്ടുണ്ടാവുക. എത്രയോ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ആയിരിക്കും അയാൾ സഹായിച്ചിരിക്കുക. ഈ ലോകത്ത് മിക്കവാറും കടം ഒരു 50% കടത്തിന്റെ ഗതി ഇതാണ്. വാങ്ങുന്നവരെ ലോഹി ഉണ്ടാവുള്ളൂ, പിന്നെ സഹായിച്ചവന്റെ ഫോൺ വരെ എടുക്കൂല. കടം കൊടുത്ത ആള് പിന്നൊന്ന് വിളിച്ചാൽ അയാൾ ഫോൺ എടുക്കൂല, തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട്. ദുനിയാവിലെ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ്. അപ്പൊ എത്ര കറക്റ്റാണ്. നിങ്ങളുടെ മയ്യത്തിന് നിങ്ങൾ നിസ്കരിച്ചോ. അത് കട്ടാളല്ല, കവർന്നാളല്ല, ഫാസിഖല്ല. എന്താ ഇപ്പൊ നമ്മൾ പറയേണ്ടത്? മദീനത്തൊരാൾ മരിച്ചിട്ട് ജനാസ കൊണ്ടുവന്നിട്ട് കിടത്തി എന്ന് പറഞ്ഞാൽ ഒരു സഹാബി ആകാനല്ലേ സാധ്യത? മദീനയിലൊരു മുസ്ലിം മരണപ്പെടുമ്പോൾ അത് സഹാബി അല്ലാതിരിക്കുവോ പുണ്യ നബിയുടെ ഹയാത്ത് കാലത്ത്? അപ്പൊ ഒരു സഹാബിയുടെ ജനാസ നിസ്കരിക്കാൻ നബി മടിച്ചു എന്നല്ലേ അതിന്റെ വ്യാഖ്യാനം സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം കടം ഒരു കരാറാണ്. അനക്ക് ഞാൻ തരുന്നു, നീ എനിക്ക് തിരിച്ചു തരുന്നു. അല്ലാത്തത് സഹായമായിരിക്കണം, അല്ലെങ്കിൽ സദഖയായിരിക്കണം. സദഖ അല്ലാതെ അത് സഹായവുമല്ല, അത് സകാത്തുമല്ല, അതൊരു കോൺട്രാക്റ്റാണ്. കോൺട്രാക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തുന്നത് കോൺട്രാക്ട് എഗ്രിമെന്റ് ആണ്. അനക്ക് ഇത്ര തരുന്നുണ്ട്, എനിക്ക് തന്നെ തിരിച്ചു തരും. ഒന്നുകിൽ ഒരു 30 ദിവസം, അല്ലെങ്കിൽ 2 മാസം, അല്ലെങ്കിൽ 6 മാസം, അല്ലെങ്കിൽ 5 കൊല്ലം. ആ കൊല്ലത്തിന് എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും ഒരു എഗ്രിമെന്റ് ആണ്, ഒരു വഅദയാണ്, ഒരു വാഗ്ദാനമാണ്. വാഗ്ദാന ലംഘനം കടുത്ത പാപമാണെന്നാണ് പരിശുദ്ധ റസൂൽ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ മനുഷ്യന്മാരായിട്ടുള്ള ഇടപാടുകളുള്ള വിഷയങ്ങളാണ്. ഇതിലും അതല്ല, ഇത് മുസ്ലിങ്ങളോട് മാത്രമുള്ള സംഗതികളൊന്നും അല്ലത്. ലോകത്തെല്ലാ മനുഷ്യരും